എനിക്ക് ഈ സൗജന്യ യാത്രയോട് അത്ര താല്പര്യമില്ല. ഇല്ല. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഇത്ര വലിയൊരു നഷ്ടത്തിലേക്ക് പോകുമ്പം ഇത്രയും തുകകൾ ഇതിനായിട്ട് മാറ്റി ചെലവഴിക്കാനുണ്ടെങ്കിൽ ഞാൻ ഗവൺമെന്റ് സർവീസിലാണ്. അപ്പം ഞങ്ങൾക്ക് കോൺട്രിബ്യൂട്ടറി ഒരു സംവിധാനം കൊണ്ടുവരുന്നതിനേക്കാൾ സമൂഹത്തിൽ കുറച്ചുകൂടി ബ്ലെസ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ ഞങ്ങൾക്കിതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ കാശ് കൊടുത്ത് പൊയ്ക്കോളാം എന്ന് സധൈര്യം പറയാൻ പറ്റുന്നവർ, ഇതൊരു അവകാശമാണ് നമുക്ക്. പക്ഷെ അദ്ദേഹം ഒരു പുതിയ മന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് നേരത്തെ മന്ത്രിയായിരുന്ന ഒരാൾ ഇപ്പൊ പുതുതായിട്ട് വന്നയാൾക്ക് കഴിവില്ല എന്ന് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി അദ്ദേഹത്തിനോട് വഴങ്ങുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വഴങ്ങിയില്ല. നിയമസഭയിൽ നടക്കുന്നത് നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? ഇവിടെ പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ UDF സർക്കാർ VD സതീശൻ നിർത്തി പൊരിച്ച് പുഴുങ്ങിയെടുക്കുന്ന രംഗങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു വീഡിയോ വെച്ച് തരാം. അതിനു മുമ്പേ വേറൊരു വീഡിയോയിലോട്ട് വരാം. ഒരു വീഡിയോ ഞാനിവിടെ കണ്ടു. ഇപ്പം UDF സർക്കാർ VD സതീശൻ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള പ്രിയദർശിനിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. അപ്പം വീഡിയോയിൽ പറയുന്നത് ഞാൻ ഇവിടെ വെച്ച് തരാം. ഒരു യുവതി പറയുന്നതാണ്, ഇതുപോലുള്ള ആളുകൾക്ക് നമ്മളെ കേന്ദ്ര MP സുരേഷ് ഗോപി ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ജോലിയും കയ്യിൽ പൈസയും കുറച്ച് പൈസയുമുള്ള സ്ത്രീകൾ, ആവതുള്ള സ്ത്രീകൾ പൈസ കൊടുത്ത് യാത്ര ചെയ്യുമെന്ന് പറഞ്ഞ് ഈ ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംരംഭത്തിനെ മറ്റൊരു പാർട്ടിക്കാരനായിട്ടുള്ള സുരേഷ് ഗോപി വരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടതാണ്. നല്ലൊരു പദ്ധതിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഒരു യുവതി വന്നിട്ട് പറയുവാണ്, ഇതുപോലെ അളിഞ്ഞൊരു പരിപാടിയില്ല, നാണമാവുന്നു, മാനമാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യുവതി പറയുന്നത് ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊന്ന് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം ഇതിനെ പറ്റിയിട്ട്. ഇത് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഡെയിലി അന്നന്ന് അവരുടെ വീട് കഴിയാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോയി വരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതുപോലെ കുട്ടികൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്നതും കോളേജിൽ പോകുന്നതുമായിട്ട് സാധാരണക്കാരായിട്ടുള്ള സ്കൂൾ വിദ്യാർത്ഥിനികളുണ്ട്. അവർക്കൊക്കെ ഇത് ഒരുപാട് ഉപകാരപ്പെടും. സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ നല്ല ജോലിയും പൈസയുള്ള ടീംസിന് വേണ്ടിയിട്ടല്ല. അങ്ങനെയുള്ള ടീംസൊക്കെ ഓസിന് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ചമ്മലുണ്ടാവാം, ചിലപ്പോൾ അവർക്ക് നാണമാനം ഉണ്ടാവാം, നാണം തോന്നിയേക്കാം. അങ്ങനെയുള്ള ആളുകൾ പൈസ കൊടുത്ത് യാത്ര ചെയ്യുക, അതാണ് വേണ്ടത്. അത് സുരേഷ് ഗോപി പറയുന്നുണ്ട്. അത് ഞാൻ ഇവിടെ വെച്ചുതരാം. അതിനുശേഷം VD സതീശൻ പിണറായി വിജയനെ നിർത്തിപ്പൊരിക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. അപ്പോൾ പിണറായി വിജയൻ ഇപ്പം ചിന്തിക്കുമായിരിക്കും, പുല്ല് ഞാനും കൂടെ അങ്ങ് തോറ്റാൽ മതിയായിരുന്നു, ജനങ്ങൾ എന്നെയും കൂടെ എന്തിനാണ് ജയിപ്പിച്ച് നിയമസഭയിലോട്ട് വിട്ടത്, VD സതീശൻ്റെ വായിരിക്കുന്ന കേൾക്കാനാണോ, VD സതീശൻ പുഴുങ്ങിയെടുക്കുന്ന കാണാനാണോ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള കോമഡികളാണ് നിയമസഭയിൽ നടക്കുന്നത്. എന്തായാലും പിണറായി വിജയൻ ഈ ഒരു UDF സർക്കാരിൻ്റെ ഒരു കാലം കഴിയുമ്പോഴത്തേക്ക് പിണറായി വിജയൻ്റെ തൊണ്ട പറ്റി വെള്ളമെല്ലാം ഇറങ്ങിപ്പോകുന്ന മട്ടാണ്. കാരണം VD സതീശൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും പുള്ളിക്ക് പ്രോപ്പറായിട്ടുള്ള മറുപടിയൊന്നും കൊടുക്കാൻ കഴിയാതെ ഇങ്ങനെ ഇരുന്ന് അവിടെ ഇരുന്ന് ഇങ്ങോട്ട് മെഴുകുവാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പം VD സതീശനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും KSRTC പ്രിയദർശിനിയുമായിട്ട് ബന്ധപ്പെട്ട് ആ യുവതി പറയുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇത് ഏത് സഹോദരിയാണെന്ന് അറിയത്തില്ല, പക്ഷേ എന്തായാലും കയ്യിൽ കുറച്ച് പൈസയുണ്ട്, നല്ല ജോലിയാണെന്ന് ഈ പുള്ളിക്കാരിയെ കാണുമ്പോൾ തന്നെ അറിയാം. കണ്ടു നോക്കേ. എനിക്ക് ഈ സൗജന്യ യാത്രയോട് അത്ര താല്പര്യമില്ല. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഇത്ര വലിയൊരു നഷ്ടത്തിലേക്ക് പോകുമ്പം ഇത്രയും തുകകൾ ഇതിനായിട്ട് മാറ്റി ചെലവഴിക്കാനുണ്ടെങ്കിൽ ഞാൻ ഗവൺമെന്റ് സർവീസിലാണ്. അപ്പം ഞങ്ങൾക്ക് കോൺട്രിബ്യൂട്ടറി പെൻഷനാണുള്ളത്. അപ്പം ആ പങ്കാളിത്ത പെൻഷൻ മാറ്റി ഞങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലോട്ടാക്കാനും പിന്നെ അതുപോലെ സാധനങ്ങളുടെ വിലക്കയറ്റങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ഗവൺമെൻറ്റിന് ഫണ്ടുണ്ടെങ്കിൽ അതൊക്കെ നിയന്ത്രിക്കാനൊക്കെ ചെയ്താൽ സാധാരണ ജീവിതം ഗുണമാവും. അപ്പം അതിലാണ് എനിക്ക് ആഗ്രഹം. സ്ഥിര യാത്ര ചെയ്യുന്നത് ഞാൻ ട്രിപ്പിലേക്ക് ESCയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ദിവസം 20 രൂപ എഴുകോൺ ഇറങ്ങിയിട്ട് അങ്ങനെ പോകണം. പിന്നെ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 10 രൂപ വേണം. അപ്പം അതിൽ താല്പര്യമില്ല സത്യം പറഞ്ഞാൽ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ഗവൺമെന്റ് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് പറ, പുള്ളിക്കാരി ഗവൺമെൻറ് ജോലിക്കാരിയാണ്. എൻ്റെ പൊന്ന് സഹോദരി, പൊന്ന് മേഡം, നിങ്ങളിരിക്കുന്ന സീറ്റ് നിങ്ങൾ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് മാറിക്കൊടുക്കുക. കുറച്ചെങ്കിലും നാണോ മാനോ ഉളുപ്പുണ്ടോ?
നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള നിങ്ങൾ നല്ലൊരു ജോലിയുണ്ട്, നല്ലൊരു വരുമാനമുണ്ട്, നിങ്ങൾ എന്തിനാണ് മറ്റുള്ള സ്ത്രീകളെ കൂടി അല്ലെങ്കിൽ അതിനകത്ത് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് അവരെ അപമാനിക്കുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇത് ഓസിനൊന്നുമല്ല. ഈ പൈസ ഗവൺമെൻറ് KSRTC കൊടുക്കുന്നുണ്ട്. അല്ല ചുമ്മാ ഓസിനൊന്നുമല്ല KSRTC ഈ പറഞ്ഞിട്ടുള്ള സ്ത്രീകളെ കയറ്റിക്കൊണ്ട് പോകുന്നത്. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങളെപ്പോലുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ മാറിക്കൊടുക്കുക. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വരെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കണ്ടതാണ് അല്ലേ, ഈ ഒരു പദ്ധതിയെ സപ്പോർട്ട് ചെയ്തിട്ട്. ഞാൻ ആ ഒരു ക്ലിപ്പും കൂടെ ഇവിടെ വെച്ച് തരാം, നിങ്ങൾ അതും കൂടെ കണ്ടു നോക്കേ. എനിക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. ഞാൻ ഇതിനകത്തൊരു ഡിസ്പാരിറ്റി ഉണ്ടാവണം, കാർഡ് വേണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് സർക്കാർ ഒരു സംവിധാനം കൊണ്ടുവരുന്നതിനേക്കാൾ സമൂഹത്തിൽ കുറച്ചുകൂടി ബ്ലെസ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ ഞങ്ങൾക്കിതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ കാശ് കൊടുത്ത് പൊയ്ക്കോളാം എന്ന് സധൈര്യം പറയാൻ പറ്റുന്നവർ, ഇതൊരു അവകാശമാണ്, നമുക്കിതങ്ങ് ഉപയോഗിക്കാം എന്ന് വിചാരിക്കാതെ ഒഴിവായാൽ, ലൈക്ക് ഹൗ വി ഗേവ് അപ്പ് ദി സെക്കൻഡ് സിലിണ്ടർ, ഒരു ഗിവ് അപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ. റെവല്യൂഷണറി സ്റ്റെപ്പായിരുന്നു. ഒരു രണ്ടാമത്തെ സിലിണ്ടർ വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞതുപോലെ, ഞാൻ ഒരു സ്ത്രീ, എനിക്ക് സമ്പാദ്യമുണ്ട്, ഞാൻ മറ്റൊരു നിർധനയായ അല്ലെങ്കിൽ ഇതിന് വക്കില്ലാത്ത ഒരു സ്ത്രീയുടെ അവകാശം ഞാൻ പിടിച്ചു പറിക്കില്ല എന്ന് കേരളത്തിലെ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീ യാത്രക്കാർ തീരുമാനിച്ചാൽ ഇത് വളരെ ബെനവലൻസ് തുളുമ്പുന്ന ഒരു പദ്ധതിയായി കൂടി മാറും. എനിക്ക് തോന്നുന്നു അതാണ് ശ്രീ CP ജോണിനും പിന്നെ അവരുടെ ക്യാബിനറ്റിലുള്ള സുരേഷ് ഗോപി പറഞ്ഞത്. പുള്ളിക്കാരൻ മറ്റൊരു പാർട്ടിക്കാരനാണ്, എന്നിട്ടും ഈ ഒരു പദ്ധതിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത്. മാത്രമല്ല പുള്ളി എടുത്തു പറയുന്നുണ്ട് ഇതിനകത്ത് കുറച്ച് ബ്ലെസ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ജോലിയും അതുപോലെ നല്ല ശമ്പളങ്ങളൊക്കെ ഉള്ള സ്ത്രീകൾ, സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാറിക്കൊടുക്കുക. അവരെങ്ങനെയെങ്കിലും അതിനകത്ത് യാത്ര ചെയ്ത് അന്നുള്ള കുടുംബം പോറ്റിക്കൊണ്ട് പോട്ടെ. സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്, അതാദ്യം മനസ്സിലാക്കുക. നിങ്ങളെപ്പോലെ ജോലിയും ഇതൊക്കെ നല്ല ശമ്പളവും മേടിക്കുന്ന പെൻഷനും മേടിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ഇതിനകത്ത് കയറി ഇരുന്നിട്ട് ഈ ഒരു സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭത്തിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനൊരു കുറ്റം പറയല്ലേ, എന്താണല്ലേ? ഓക്കെ, ഇനി ഞാൻ VD സതീശൻ പിണറായി വിജയനെ പുഴുങ്ങിയെടുക്കുന്ന ഒരു വീഡിയോ കൂടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു. ഓക്കെ, അതിനുശേഷം നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കണം. ബഹുമാനായ സജി ചെറിയാൻ അവതരിപ്പിച്ച വിഷയം അത് വലിയ തോതിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ പ്രതികൂലമായി ബാധിച്ചു എന്നതാണ് നൽകിയ മറുപടികളൊക്കെ കാണിക്കുന്നത്. കാരണം ഒരു ഘട്ടത്തിൽ ബഹുമാനായ മന്ത്രി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ബഹുമാനായ മന്ത്രി ഇടപെടുകയും അങ്ങ് പതിവിൽ നിന്ന് വിപരീതമായി അത് അനുവദിക്കുകയും അങ്ങനെ അദ്ദേഹം ബഹുമാനായ ഫിഷറീസ് മന്ത്രിക്ക് എന്തോ ഇക്കാര്യത്തിൽ മറുപടി പറയാൻ അല്പം കഴിവുകേടുണ്ട് എന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള ഒരിടപെടൽ അങ്ങ് ദയവായിട്ട് അങ്ങ് അത് പറഞ്ഞിട്ടുണ്ടായി. അങ്ങ് വളരെ പ്രധാനപ്പെട്ട ആളാണ്, അത് പാടില്ലല്ലോ. മറ്റൊരു മന്ത്രിക്ക് കഴിവുകേടുണ്ട് എന്ന് അങ്ങേപ്പോലൊരാള് പാടില്ലാത്തൊരു കാര്യം നടന്നാൽ അത് വിട്ടുകളാ. അദ്ദേഹം തന്നെ മനസ്സിലായി. ബഹുമാന്യനായ ഫിഷറീസ് മന്ത്രിക്ക് കഴിവുകേടുണ്ടെന്ന് കാണിക്കത്തക്ക രീതിയിൽ ഇടപെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയല്ലാലോ, അത് ശരിയല്ലാലോ. അങ്ങേക്ക് പ്രൊസീഡ് ചെയ്യാം. അങ്ങനെ ഇടപെടാൻ പാടില്ല. അങ്ങ് പ്രൊസീഡ് ചെയ്തോളൂ. അങ്ങനെ ദയവായിട്ട് പ്ലീസ് 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 സഭ ഓർഡറിലാക്കൂ, സഭ ഓർഡറിലാക്കൂ പ്ലീസ്. ഇരിക്കൂ, നിങ്ങൾ ഇരിക്കൂ. അദ്ദേഹം ഹീസ് ഓൺ ഹിസ് ലെഗ്. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചോണ്ടിരിക്കുക, അതിനെ നിങ്ങൾ ഒബ്ജക്ട് ചെയ്യണോ? അവിടെ ഇരിക്കൂ, അദ്ദേഹം സംസാരിക്കട്ടെ. ദയവായിട്ട് പ്ലീസ് 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 റെസ്യൂം യുവർ സീറ്റ്. പ്ലീസ് റെസ്യൂം യുവർ സീറ്റ്. അടിയന്തര പ്രമേയത്തിന് പ്ലീസ് പ്ലീസ് സാർ
ഞാനത് എന്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം എന്ത് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് വിട്ടുകയാണ്. അദ്ദേഹം പറയട്ടെ, അതിനുള്ള സാവകാശം നിങ്ങൾ കൊടുക്കൂ. ഞാൻ എന്റെ അഭിപ്രായത്തെ കുറിച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തിന്റെ നടപടി എന്ത് എന്നുള്ളത് അദ്ദേഹം പറയും. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇരിക്കൂ. സർ, ഞാൻ ആരെയും അവമാനിച്ചില്ല. അപമാനിക്കാൻ ശ്രമിച്ചത് നിങ്ങളാണ്. ഒരു മന്ത്രി മറുപടി പറയുമ്പോൾ മറ്റൊരു മന്ത്രി എഴുന്നേറ്റിട്ട് ഈ പറയുന്ന മന്ത്രിക്ക് കഴിവില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് അങ്ങേയറ്റത്തെ അപരാധം. അതാണ് ഇവിടെ ഉണ്ടായത്. അത് പാടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അത് പാടുണ്ടോ? അതാണ് പ്രശ്നം. പ്ലീസ് 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 മുഖ്യമന്ത്രിക്ക് സർ പ്ലീസ് സർ അങ്ങ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഈ അടിയന്തര പ്രമേയം വന്ന ഘട്ടങ്ങളിലെല്ലാം പല സന്ദർഭങ്ങളിൽ പല മന്ത്രിമാരും മറുപടി കൊടുക്കുന്ന അവസരത്തിൽ പാർലമെന്ററി കാര്യമന്ത്രി, ലോ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ അതിനിടയിൽ ഇടപെട്ട് സംസാരിച്ചതിന്റെ റെക്കോർഡ് ഈ സഭയിലുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട സജി ചെറിയാൻ ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് റെക്കോർഡിലുണ്ട്. ഇവിടെ ശ്രീ സജി ചെറിയാൻ ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി അദ്ദേഹത്തിനോട് വഴങ്ങുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വഴങ്ങിയില്ല. ആ ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രി സംസാരിക്കുന്നതിനിടയിൽ മറ്റൊരു വിഷയമാണ് ശ്രദ്ധയിൽ പഴയ ഒരു കാര്യം ആണ് അദ്ദേഹം പറഞ്ഞത്. ഫിഷറീസ് വകുപ്പ് മന്ത്രി മറുപടി വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന്റെ കാര്യം വളരെ വൃത്തിയായിട്ട് പറഞ്ഞു. അത് ഒരിക്കലും അങ്ങയെ പോലുള്ള ഒരാൾ ആ ഫിഷറീസ് മന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ അങ്ങ് ഇവിടെ ഈ സഭയിൽ നടത്തിയ പരാമർശം അങ്ങ് പിൻവലിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ അത് സഭാ നടപടികളിൽ നീക്കം ചെയ്യണം. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചത്. ആദ്യം കാണേണ്ടത്, കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് പാർലമെന്ററി കാര്യമന്ത്രിയോ നിയമമന്ത്രിയോ ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആരാണോ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്നയാളുടെ സംസാരം അവസാനിച്ചതിന് ശേഷമാണ്. അതല്ല ഇവിടെ ഉണ്ടായത്. ഞാൻ ഫിഷറീസ് മന്ത്രിക്ക് കഴിവില്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം നല്ല കഴിവുറ്റ ഒരാളാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ അദ്ദേഹം ഒരു പുതിയ മന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് നേരത്തെ മന്ത്രിയായി ഇരുന്ന ഒരാൾ ഇപ്പൊ പുതുതായിട്ട് വന്നയാൾക്ക് കഴിവില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമാറുള്ള ഒരു ഇടപെടൽ വന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അർത്ഥം ഫിഷറീസ് മന്ത്രിക്ക് കഴിവില്ല എന്നല്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഒരു അഭിപ്രായവും എനിക്കില്ല. അതാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.